ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു എക്കണോമിക്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എക്കണോമിക്സുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോകൾ കാണാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെർണോളീസ് ഹൈപ്പോത്തിസിസ് അഥവാ അതിനെ സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് പാരഡോക്സ് തിയറി എന്നും പറയുന്നു. അപ്പോൾ ഈ തിയറി മൊത്തത്തിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കൺസ്യൂമർ അല്ലെങ്കിൽ ഒരു റാഷണൽ കൺസ്യൂമർ ഒരു അൺസേർട്ടൺ അല്ലെങ്കിൽ റിസ്കി സിറ്റുവേഷനിൽ എടുക്കുന്ന ചോയ്സ് എന്താണ്, അതിനെപ്പറ്റിയാണ്. അതിനെ സംബന്ധിച്ച് ധാരാളം തിയറികളുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ബെർണോളീസ് ഹൈപ്പോത്തിസിസ് അഥവാ സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് പാരഡോക്സ് തിയറി. ബെർണോളീസ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് നിക്കോളാസ് ബെർണൗളി 1730 പ്രൊപ്പോണ്ട് ചെയ്ത ഒരു തിയറിയാണ്. ഒരു റാഷണൽ കൺസ്യൂമർ, ഇറ്റ് ഈസ് എ തിയറി ഡീൽസ് വിത്ത് ദ ഹൗ ഡസ് എ റാഷണൽ കൺസ്യൂമർ ബിഹേവ് ഇൻ എ സിറ്റുവേഷൻ ഓഫ് ചോയ്സ് making condition of risk and uncertainty. It is in fact an explanation to the St. Petersburg paradox. St. Petersburg paradox. The problem why most people are unwilling to participate in a fair gamble or bet. During his stay in St. Petersburg, only got interested in the rational behavior of consumers who does not engage in gambling or even in fair bets with 50-50 odds. അപ്പം ഈ ബെർണൗളി ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് നിക്കോളാസ് ബെർണൗളി 1730 പ്രൊപ്പോണ്ട് ചെയ്ത ഒരു തിയറിയാണ്. ഈ തിയറി ഡീൽ ചെയ്യുന്ന കാര്യം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു റാഷണൽ കൺസ്യൂമർ അദ്ദേഹത്തിൻ്റെ ഡിസിഷൻ അല്ലെങ്കിൽ ആ ചോയ്സ് എങ്ങനെയായിരിക്കും എടുക്കുക, അത് റിസ്ക്കും അൺസർട്ടനിറ്റിയുമായിട്ടുള്ള കണ്ടീഷനിൽ. ഈ ബെർണൗളീസ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് പാരഡോക്സിന് ഒരു എക്സ്പ്ലനേഷൻ ആണ്. സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് പാരഡോക്സ് എന്താണെന്ന് നോക്കാം. സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് പാരഡോക്സ് എന്ന് പറയുന്നത് ഈ ബെർണൗളി എന്ന് പറയുന്ന അദ്ദേഹം സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ സ്റ്റേ ചെയ്തിരുന്ന കുറച്ച് കാലത്ത് അദ്ദേഹം നിരീക്ഷിച്ച ഒരു കാര്യമാണ്. റാഷണൽ ബിഹേവിയർ ഓഫ് കൺസ്യൂമേഴ്സ് ഹു ഡസ് നോട്ട് എൻഗേജ് ഇൻ ഗാംബ്ലിംഗ് ഓർ ഇവൻ ഇൻ ഫെയർ ബെറ്റ്സ് വിത്ത് 50-50 ഓഡ്സ്. 50-50, അതായത് ലോസ് ചെയ്യാനും വിൻ ചെയ്യാനും 50-50 ചാൻസ് ഉണ്ടായിട്ട് പോലും, ഫെയർ ഗെയിംസ് ആയിട്ട് പോലും ആളുകൾ എന്തുകൊണ്ട് ഗാംബ്ലിങ്ങിൽ ഏർപ്പെടുന്നില്ല എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഈ സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് പാരഡോക്സ് ഉദ്ദേശിക്കുന്നത്. ഈ കോൺട്രാഡിക്ഷനെയാണ് സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് പാരഡോക്സ് എന്ന് പറയുന്നത്. സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് ഈസ് എ ഗെയിം അല്ലെങ്കിൽ ഗാംബ്ലിംഗ് ഓഫ് കോയിൻ ടോസിംഗ് of a coin and the victory of course when the player gets head. If head appears in the first toss by giving £1, the player gets £2 and the game stops. If it occurs in the second time, he gets £2, 2 square pound, £4. If head appears for the first time after n tosses, then the 2 raised to n pound is paid to the player and the game ends. There is no need to pay a fee to participate in the gamble. This is not free good. There is a pay for each flipping. അതായത് ഈ സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് ഗെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആളുകൾ കളിക്കുന്ന ഒരു തരം ഗെയിമാണ്. കോയിൻ ടോസിംഗ് ആണ്. അതായത് ഹെഡ് വരുമ്പോഴാണ് വിജയിക്കുന്നത്. കളിക്ക് ഗെയിൻ കിട്ടുന്നത് എപ്പോഴാണ്? ഹെഡ് അപ്പ് വരുമ്പോഴാണ്. അപ്പം ഒരു പൗണ്ട് കൊടുത്തിട്ടാണ് ഈ ഗെയിം ഓരോ തവണയും കളിക്കേണ്ടത്. അപ്പം നമുക്ക് കിട്ടുന്ന ഗെയിൻ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 പൗണ്ട് ഗെയിൻ കിട്ടും. ആദ്യത്തെ ടോസിലാണ് ഹെഡപ്പ് കിട്ടുന്നതെങ്കിൽ നമുക്ക് 2 പൗണ്ട് കിട്ടും. രണ്ടാമത്തെ ടോസിൽ കിട്ടുകയാണെങ്കിൽ 2 സ്ക്വയർ പൗണ്ട് കിട്ടും, അതായത് 4 പൗണ്ട് കിട്ടും. അങ്ങനെ nth ടോസിനത് കിട്ടുന്നതെങ്കിൽ 2 സ്ക്വയർ n പൗണ്ട് കിട്ടും. അപ്പം ഇവിടെ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാ തവണയും നമ്മൾ ഒരു എമൗണ്ട് ഫീ എന്തായാലും കൊടുക്കണം. അപ്പോൾ ഈച്ച് ഫ്ലിപ്പിങ്ങിനും ഓരോ തരം പേ ഉണ്ട്. പൈസ കൊടുത്താൽ മാത്രമാണ് ഇത് കളിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ദ പ്രോബബിലിറ്റി ഓഫ് ഹെഡ് അപ്പ് ഇൻ ഫസ്റ്റ് ടോസിൽ തന്നെ ഹെഡ് അപ്പ് ചെയ്യാനുള്ള സാധ്യത എന്താണ്? 1/2. 1/2 ആണല്ലോ ഗെയിൻ, 1/2 ആണ് ലോസും. രണ്ടിനുമുള്ള സാധ്യത 1/2 ആണ്, അല്ലെങ്കിൽ 0.5 എന്നും പറയാം. ദ പ്രോബബിലിറ്റി ഓഫ് ഹെഡ് അപ്പ് ഇൻ nth ടോസ്. അപ്പോൾ nth ടോസ് എന്ന് പറയുമ്പോൾ 1/2 raised to n എന്നുള്ള സംഭവം.
ഈ ഹൈപ്പോത്തിസിസ് എന്താണെന്ന് നോക്കാം. സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് പാരഡോക്സ് നമ്മൾ നോക്കി. ഇനി ഹൈപ്പോത്തിസിസ് എന്താണെന്ന് നോക്കാം. റാഷണൽ കൺസ്യൂമേഴ്സ് ആർ ടേക്കൺ ഡിസിഷൻസ് അണ്ടർ റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി കണ്ടീഷൻസ് ഓൺ ദ ബേസിസ് ഓഫ് എക്സ്പെക്റ്റഡ് ഗെയിൻ ഓർ എക്സ്പെക്റ്റഡ് ലോസ്. ഇറ്റ് ഈസ് നോട്ട് മെഷേർഡ് ഓൺ മോണിറ്ററി ടേംസ്. ഇറ്റ് ഈസ് മെഷേർഡ് ഓൺ യൂട്ടിലിറ്റി ടേംസ്. Marginal utility of money to individual declines as he has more of it. The expected utility from the extra money he wins in a game and marginal utility of money to him declines as he has extra money. A rational individual will not play the game. അതായത് ഈ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റാഷണൽ കൺസ്യൂമറിൻ്റെ ബിഹേവിയറിനെ കുറിച്ചുള്ളതാണ്. അതും റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി കണ്ടീഷനിലുള്ളതാണ്. അത് ബേസ് ആയിരിക്കുന്നത് എക്സ്പെക്റ്റഡ് ഗെയിൻ അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ലോസിനെ വെച്ചാണെന്നാണ് ബെർണൗളി കണ്ടുപിടിച്ചിരിക്കുന്നത്. ഈ ഹൈപ്പോത്തിസിസിലൂടെ നമ്മളോട് പറയുന്നത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പെക്റ്റഡ് ഗെയിൻ അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ലോസിൻ്റെ ബേസിസിലായിരിക്കും ഈ റാഷണൽ കൺസ്യൂമർ ഈ റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി കണ്ടീഷനിൽ ഡിസിഷൻസ് എടുക്കുന്നത്. ഇതെന്ന് പറയുന്നത് മോണിറ്ററി ടേംസിലുള്ള മെഷർമെൻ്റ് അല്ല, യൂട്ടിലിറ്റി ടേംസിൽ എക്സ്പെക്റ്റഡ് ഗെയിൻ ഇൻ യൂട്ടിലിറ്റി അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ലോസ് ഓഫ് യൂട്ടിലിറ്റിയാണ് അദ്ദേഹം കൺസിഡർ ചെയ്യുന്ന കാര്യം. ഈ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി ടു ഇൻഡിവിജ്വൽ ഡിക്ലൈൻസ് ആസ് ഹി ഹാസ് മോർ ഓഫ് ഇറ്റ്. എക്സ്ട്രാ മണി കൂടുതൽ ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് കുറയും. കാരണം ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്നുള്ള കൺസെപ്റ്റ് വെച്ചാണ് ഇത് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ എക്സ്ട്രാ മണി ഹി വിൻസ് ഇൻ എ ഗെയിം ആൻഡ് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി ടു ഹിം ഡിക്ലൈൻസ്. ഈ എക്സ്ട്രാ മണി എന്ന് പറയുന്നത് ഉണ്ടാകുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് കുറയുന്നു. അപ്പം ഈ റാഷണൽ ഇൻഡിവിജ്വൽ വിൽ നോട്ട് പേ ദ ഗെയിം. റാഷണൽ ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് ഈ ഗെയിം പ്ലേ ചെയ്യില്ല എന്നാണ് ബെർണൗളി പറയുന്നത്. അതിനുള്ള കുറച്ച് അസംഷൻസും പറയുന്നുണ്ട്. ഡിസിഷൻസ് ഒൺലി അണ്ടർ റിസ്കി ആൻഡ് അൺസർട്ടൺ സിറ്റുവേഷൻസ്. ഈ ഹൈപ്പോത്തസിൻ്റെ ഒന്നാമത്തെ അസംഷനാണ് ഡിസിഷൻസ് എന്ന് പറയുന്നത് റിസ്കി അല്ലെങ്കിൽ അൺസർട്ടൺ സിറ്റുവേഷൻസിൽ മാത്രമാണ് എടുക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ഡിസിഷൻസ് ബേസ്ഡ് ഓൺ എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി നോട്ട് ഓൺ എക്സ്പെക്റ്റഡ് ഇൻകം. നമ്മൾ പറഞ്ഞല്ലോ മോണിറ്ററി ടേംസിലല്ല യൂട്ടിലിറ്റി ടേംസിലാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി ഓഫ് ഗെയിൻ അതാണ് നോക്കുന്നത്, നോട്ട് ഓൺ എക്സ്പെക്റ്റഡ് ഇൻകം. എക്സ്പെക്റ്റഡ് ഇൻകത്തെ നോക്കുന്നില്ല. റിസ്ക് അവേർട്ടേഴ്സ് അതൊരു മെയിൻ ഫാക്ടറാണ്. കൂടുതലായിട്ടും ഇതിൽ റിസ്ക് അവേർട്ടേഴ്സിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി കാരണം റിസ്ക് അവോയ്ഡ് ചെയ്ത് കളയുന്നു. റിസ്ക് എടുക്കാൻ ആരും തയ്യാറാവുന്നില്ല. അപ്പോൾ എ ഗെയിൻ ഓഫ് എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി വുഡ് ബി ലോവർ ദാൻ ദ ലോസ്. ലോസിനേക്കാൾ ലോ ആയിരിക്കും ഈ എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി ഓഫ് ഗെയിൻ എന്ന് പറയുന്നത്. അതുകൊണ്ടായിരിക്കും കൂടുതലും ആൾക്കാർ ഇതിനെ റിസ്ക് അവോയ്ഡ് ചെയ്യുന്നത്. ഗ്രാഫാണ്. ഗ്രാഫിൽ ഒരു ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി കാണാം. എക്സ് ആക്സിസിലെ ക്വാണ്ടിറ്റി ഓഫ് മണി, വൈ ആക്സിസിൽ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി എന്ന് കാണാം. അപ്പോൾ നമുക്ക് ഗ്രാഫിലോട്ട് പോകാം. ഈ ഗാമ്പിൾ അല്ലെങ്കിൽ ചേഞ്ച് ഇൻ മാർജിനൽ യൂട്ടിലിറ്റി അതാണ് പറയുന്നത്. ഗാമ്പിളും അതുപോലെ തന്നെ ഈ മാർജിനൽ യൂട്ടിലിറ്റിയുടെ ചേഞ്ചും എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്ന് നോക്കാം. ഇനീഷ്യലി എ പേഴ്സൺ ഹാസ് 10K. 10K എന്ന് ഞാൻ ഉദ്ദേശിച്ചത് 10,000 ആണ്. ഇനീഷ്യലി ഫസ്റ്റ് കേസിൽ പുള്ളിയുടെ കയ്യിൽ 10,000 രൂപയുണ്ട്. അപ്പം ഗെയിനിങ് 1K ഓർ ലോസിങ് 1K അതാണ് ഇവിടുത്തെ ഗെയിം എന്ന് പറയുന്നത്. 1K ലോസും പറ്റും, 1K എന്ന് പറയുന്നത് ഗെയിൻ ചെയ്യാനും പറ്റും. 50-50 ചാൻസാണ് ഗെയിനും ലോസിനും. ലോസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 10K കയ്യിലിരിക്കുന്ന 10K എന്ന് പറയുന്നത് 9K ആവും. വിൻ ചെയ്യുകയാണെങ്കിൽ ഈ 10K എമൗണ്ട് എന്ന് പറയുന്നത് 11K ആവും. എക്സ്പെക്റ്റഡ് ഇൻകം എന്ന് പറയുന്നത് 0 ആണ്. കാരണം ഇവിടെ എക്സ്പെക്റ്റഡ് ഇൻകം നോക്കുന്നില്ല. ബട്ട് ലോസ് ഓഫ് മാർജിനൽ യൂട്ടിലിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ ഗെയിൻ ഓഫ് മാർജിനൽ യൂട്ടിലിറ്റി. ഇവിടെ നോക്കുമ്പോൾ ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി നമുക്ക് കാണാൻ പറ്റും. അതിൽ PQRS എന്ന ഏരിയയാണ് വലുത്. RSTU എന്ന ഏരിയനേക്കാൾ വലുതാണ് PQRS എന്നുള്ള ഏരിയ. അപ്പോൾ നമുക്ക് ഇതിൽ പറയേണ്ടത് ലോസാണ് കൂടുതൽ, ഗെയിൻ ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ കുറവാണ്. അപ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി ഡൗൺവേർഡ് സ്ലോപ്പിംഗ്, നെഗറ്റീവ് സ്ലോപ്പിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു ഗെയിമിൽ അല്ലെങ്കിൽ 50-50 ചാൻസ് ഉള്ള ഈ ഗെയിമിൽ കൺസ്യൂമർ എന്ത് ചെയ്യില്ല, റാഷണൽ കൺസ്യൂമർ ഹെസിറ്റേറ്റ് ടു പ്ലേ എ ഫെയർ ഗാമ്പിൾ. ഇങ്ങനെയൊരു ഫെയർ ഗാമ്പിൾ ആണെങ്കിൽ പോലും ഈ കൺസ്യൂമർ ഈ ഗാമ്പിളിൽ ഏർപ്പെടാൻ തയ്യാറാവില്ല.
അതാണ് പറയുന്നത്. കൺക്ലൂഷൻ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റാഷണൽ കൺസ്യൂമർ ഹെസിറ്റേറ്റ് ടു പ്ലേ എ ഫെയർ ഗാമ്പിൾ അത് വെൻ ഓഡ്സ് ആർ ഇവൻ. 50-50 ചാൻസ് ഉണ്ടെങ്കിൽ പോലും ആണെങ്കിൽ പോലും ഒരു ഫെയർ ഗെയിം ആണെങ്കിൽ പോലും അവർ ആ ഗാമ്പിളിൽ ഏർപ്പെടില്ല. ഹി നീഡ്സ് ടു ഹാവ് പോസിറ്റീവ് എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി. എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കണം. നോട്ട് ഇംഗത്തെ അല്ല, യൂട്ടിലിറ്റിയാണ് അവർ നോക്കുന്നത്. ഇപ്പോൾ സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് പാരഡോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു റിസ്കി ആൻഡ് അൺസർട്ടൺ സിറ്റുവേഷനിൽ ഒരു റാഷണൽ കൺസ്യൂമർ ഒരു ഫെയർ ഗാമ്പിൾ അല്ലെങ്കിൽ 50-50 ചാൻസ് ഉള്ള ഒരു ഗാമ്പിൾ ആണെങ്കിൽ പോലും അതിൽ ഏർപ്പെടുന്നില്ല. കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റിയുടെ ഇത് കാരണം ലോസ് എന്ന് പറയുന്നത് ഗെയിനിനേക്കാൾ കൂടുതലായിരിക്കും. അങ്ങനെയാണ് ബെർണൗളി ഈ സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് പാരഡോക്സിനെ റിസോൾവ് ചെയ്തത്. ആ സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് പാരഡോക്സും അതിൻ്റെ റിസൊല്യൂഷനുമാണ് ബെർണൗളി ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഈ ബെർണൗളി ഹൈപ്പോത്തസിസ് ആണ് അടുത്ത തിയറീസ്, അടുത്ത റാഷണൽ ബിഹേവിയർ തിയറീസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പാത്ത് സൃഷ്ടിച്ചത്. റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി തിയറീസ് ഇതുപോലെ തന്നെ 2-3 ഉണ്ട്. അടുത്ത വീഡിയോകളിലായിട്ട് അത് ഇടുന്നതാണ്. ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും തിയറീസ് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ സിമ്പിളായിട്ടത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു.